പ്രത്യേക താല്പര്യം? എന്തൊക്കെ മഹാമനുഷ്യാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? പറയൂ കേക്കട്ടെ. ഞാനിങ്ങനെ നമ്മള് പറഞ്ഞതായിരുന്നു ബുക്ക് റിവ്യൂവിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറയായിരുന്നു ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ബുക്സിനെ പറ്റിട്ട്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്നു എല്ലാത്തിനെ പറ്റിയുണ്ടല്ലോ, ബുക്സ് മാത്രമല്ല. തീർച്ചയായിട്ടും. അപ്പൊ കുറെ പേര് നമ്മുടെ അടുത്ത് പറയാറുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ബുക്സിനെ പരിചയപ്പെടുത്തു, ഏതൊക്കെ ബുക്ക് നല്ലതാണ് എന്ന് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബുക്കായിരിക്കില്ല ജാൻ ഇഷ്ടപ്പെടുന്നത്. ജാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബുക്കും സാധാരണ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. സത്യം. എന്നിട്ട് ഞാൻ ഈ പ്രേമിക്കുന്ന കാലത്ത് നമ്മുടെ പൗളോ കൊയ്ലോയുടെ ഏതാണ് ആൽക്കെമിസ്റ്റും മാനുവൽ ഓഫ് ദ ബാരിയർ ഓഫ് ലൈറ്റ് ഒക്കെ അയച്ചു തന്നത് ആദ്യത്തെ കിട്ടുന്ന ഒരു ഗിഫ്റ്റ് അല്ലേ, അത് ഭയങ്കര വാല്യൂബിൾ അല്ലേ. അത് കുത്തിപ്പിടിച്ചിരുന്ന് വായിച്ചു, ഡിക്ഷണറി ഒക്കെ നോക്കി മനസ്സിലാക്കി. അത് പിന്നെ ഒരു നല്ലൊരു ബുക്കായിരുന്നു ഏത് ആൽക്കെമിസ്റ്റ്. അത് ഇപ്പൊ ലോകം മുഴുവനും ഇപ്പൊ അതിനെ പറ്റി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയമല്ലേ. പണ്ട് എനിക്ക് കിട്ടിയുള്ളതുകൊണ്ട് അതിൽ സന്തോഷം. ഞാൻ ആൽക്കെമിസ്റ്റിന്റെ കാര്യമില്ല, ഞാൻ പൊതുവേ ഉള്ളൊരു കാര്യം പറയുന്നു. ഈവൻ മലയാളത്തിലാണെങ്കിൽ പോലും പല ബുക്സും ഒരുപാട് പേര് നല്ലതാണെന്ന് പറഞ്ഞ് വായിക്കുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാറില്ല. സമയം എനിക്ക് ഇഷ്ടപ്പെടുന്ന ബുക്ക് പലതും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാറില്ല. അപ്പൊ അത് ഒരു ഉദാഹരണം പറഞ്ഞു. ഉദാഹരണം ഞാൻ പറയുന്നില്ല. ഒന്നാമത് ഭാഷ എന്ന് പറയുന്നത് ഓവർ തമ്പുരാട്ടി ഭാഷയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിനക്ക് ഈ തമ്പുരാട്ടിമാരോട് ഒരു ഇഷ്ടക്കേടൊന്നും ഇല്ല. പക്ഷെ എന്തോ എനിക്കത് വിപ്ലവീരിയുള്ള ചോര എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള ഭാഷയാണ് എനിക്കിഷ്ടം. ലളിതമായ ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നതാണ് എനിക്കിഷ്ടം. അതാണ് എന്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ അതേസമയം എനിക്ക് നമ്മുടെ ബഷീറിന്റെ കഥകൾ പലതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഓരോരുത്തർക്ക് അതേ പറഞ്ഞു ബഷീർ ഭയങ്കര സിമ്പിൾ ആണെന്നാണ് പറയുന്നത്. പുള്ളി ഭയങ്കര സിമ്പിൾ ആൻഡ് പവർഫുൾ ആണ്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ താങ്കൾ വായിക്കുന്ന ബുക്കുകൾ പലതും എനിക്ക് മനസ്സിലാവുന്നതിനേക്കാളും അപ്പുറത്താണ് അതൊക്കെ ഞാൻ വായിക്കുന്ന പുസ്തകം. അതെ. അപ്പൊ അത് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിപ്പോ ജാൻചേട്ടൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ ബുക്ക് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായി. അതേ സമയം വായിച്ചു കഴിഞ്ഞിട്ട് അത് എന്താണ് അതിന്റെ ഉള്ളടക്കം എന്ന് ഞാൻ ചിലപ്പോ ചോദിക്കാറുണ്ട്. എനിക്ക് മനസ്സിലാവാറില്ല, ഞാൻ മനസ്സിലാവുന്ന പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല. പണ്ട് പ്രേമിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ചേട്ടന്റെ മാറിൽ തലചാച്ചി ഇരിക്കുക. എനിക്ക് വേണ്ടട്ടാ പ്രേമിച്ചോണ്ടിരിക്കുമ്പോൾ പണ്ടത്തെ. അപ്പൊ എനിക്ക് ബുക്ക് വായിച്ച് കേൾപ്പിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷെ ഇതുവരെ എനിക്ക് സാധിച്ചു തരാത്തൊരു കാര്യമാണ്. ബുക്ക് വായിക്കാൻ സമ്മതിക്കില്ലല്ലോ. പിന്നെ വേറൊരു ആഗ്രഹം എനിക്ക് സാധിച്ചത്, വേറൊരു ആഗ്രഹം കൂടിയുണ്ട് എനിക്കോട് പറയണം. ഇതുവരെ എന്റെ ബൈക്കിൽ എടുത്തിട്ട് റൈഡിന് കൊണ്ടുപോയിട്ടില്ല. അപ്പൊ എന്റെ നാട്ടിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം നവീനെ വെച്ച് ഓടിച്ചിട്ടുണ്ട്, ജിത്തുവിന്റെ ബൈക്ക് എടുത്തിട്ട്. അതൊന്നും എന്നെ ഇതുവരെ കേട്ടിട്ടില്ല. അതാണ് എന്റെ ഇതുവരെ പോവാണിയാത്ത ആഗ്രഹങ്ങളിലൊന്ന്. ഞാൻ എപ്പോഴെങ്കിലും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി പ്രായമായിട്ട് കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല കേട്ടോ, അത് രസം പോകും. പ്രായമായിട്ട് നമ്മുടെ അറ്റ്ലസ് സൈക്കിൾ വാങ്ങിച്ചിട്ട് അത് മരുത്തി ചവിട്ടി കൊണ്ടുപോവാ. അപ്പൊ ബൈക്ക് കൊണ്ടുപോകണേക്കാളും രസമായി. എന്റെ ഒരു ആഗ്രഹം സൈക്കിളിലല്ല, ബൈക്കിൽ തന്നെ പോകണം. ബൈക്ക് ഓടിക്കാൻ പഠിക്കണ്ടേ? ലിമോസിൻ കാറിൽ കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല, ബൈക്കിൽ തന്നെ പോകണം. അത് താങ്കൾ ഓടിക്കുന്ന ബൈക്കിൽ ഞാൻ ബാക്കിലിരിക്കുന്നത്, വേറെ ആൾക്കാരുടെ ബൈക്കിലല്ല ഉദ്ദേശിച്ചത്. ജാൻജോഷി ഓടിക്കുന്നത് വീണ. അതിപ്പോ നസ്രിയൊക്കെ ഓടിക്കുന്ന പോലെ ബൈക്ക് ഇങ്ങനെ കെട്ടിക്കൊണ്ടുപോകുന്നതിന്റെ ബാക്കിലിരുന്നാലും പോലെ. അത് പറ്റില്ല. അതായിരുന്നു എന്റെ ആഗ്രഹം. അപ്പൊ നമ്മള് സംസാരത്തിൽ നിന്ന് വഴി പോയി. അപ്പൊ ബുക്സുകളെ കുറിച്ച് എനിക്ക് അതാണ് പറയാനുള്ളത്. ഇനി താങ്കളുടെ അഭിപ്രായങ്ങളൊന്ന് കേൾക്കാം. അപ്പൊ പറയും, താങ്കളുടെ അഭിപ്രായം പറയും ബുക്സിനെ കുറിച്ചിട്ട്. ബുക്സ് റിവ്യൂവിനെ കുറിച്ച് വേണോ, അതിന്റെ ആവശ്യമുണ്ടോ? കാരണം ഇവിടെ എത്ര ബുക്ക് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഓരോ ബുക്കിനെ കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ കോമൺ ആയിട്ടൊരു ചുമ്മാ പറഞ്ഞു പോകുന്നതിൽ ഒരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ താങ്കളുടെ ഒരു വ്യൂ എന്താണ് അതിനെ കുറിച്ച്? എന്നെ സംബന്ധിച്ച ഒരു വ്യൂ എന്ന് പറഞ്ഞാല്, ഇപ്പൊ എന്നോട് ഒരു ബുക്കിനെ റിവ്യൂ ചെയ്യാൻ പറഞ്ഞാൽ അതില് എന്താ എഴുതിയേക്കണെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം ആദ്യമായിട്ട് വായിക്കേണ്ടി വരും അല്ലേ? ആദ്യമായിട്ട് വായിക്കേണ്ടി വരും. അതിനെ കുറിച്ച് പറയണെങ്കിൽ മെയിനായിട്ട് പലരും പല രീതിയിലാണല്ലോ. നമ്മള് ഒരു ബുക്കില് ഒരു ചില കാര്യങ്ങളായിരിക്കും നമ്മളെ സ്ട്രൈക്ക് ചെയ്യുക, അത് നമ്മൾ എടുക്കും, ബാക്കിയുള്ളത് അങ്ങനെ വിടും. അപ്പോ എല്ലാരും അതേപോലെ ആവുന്നില്ല. ചിലർക്ക് ബുക്ക് വായിച്ച് ആദ്യം തൊട്ട് അവസാനം വരെ ഇന്നത് ബുക്കിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളങ്ങനെ അല്ല പഠിച്ചത്, അതുകൊണ്ട് ഒരുപാട് വായിച്ച് തള്ളുന്നു. അതില് ചില കാര്യങ്ങൾ നമ്മളോടൊപ്പം തങ്ങി നിൽക്കുന്നു. അപ്പോ ഒ വി വിജയന്റെ ഗുരുസാഗരത്തില് ഓരോ അന്ധനും വെളിച്ചം തന്നു, ഓരോ മൂകന്റെയും കർണമന്ത്രം തന്നിൽ ലയിച്ചു ചേർന്നു. ഗുരുസാഗരം ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്, കഥയൊക്കെ ഏകദേശം ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ ആ വരികൾക്ക് ഒരു പ്രത്യേക ഇതുണ്ട്. അത് എനിക്ക് എന്നെ സ്പർശിക്കുന്ന പോലെ ബാക്കിയുള്ളവരെ സ്പർശിക്കുന്നതല്ല. കാരണം എന്നെ സംബന്ധിച്ച് പുരാണത്തിലും ഇതിലൊക്കെ പോവുകയാണെങ്കിൽ ഏകലവ്യം എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമുള്ള, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്.
ഒരു ഗുരു സമ്മതിക്കാതെ ദൂരെ നിന്ന് കണ്ടുപഠിച്ച്, എന്നിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പെരുവരില അറുത്ത് കൊടുത്താണ്. അത് ദക്ഷിണായി വാങ്ങിക്കാൻ യാതൊരു അർഹതയുള്ള ഒരു ഗുരു അല്ല. അപ്പൊ അറിയിക്കുന്ന ഗുരുക്കന്മാർക്ക് മാത്രമേ നമ്മൾ പെരുവരിൽ പോയിട്ട് ഒരു എന്താ പറയാ തലകായ്ക്കല് പോലും ആ ഒരു ഇതിന്ന് എന്താ പറയാ ഇൻഫ്ലുവൻസ്ഡ് ആയി വരുന്ന സമയത്താണ് ഇത്. ഓരോ അന്ധനും വെളിച്ചം തന്നു, ഓരോ മൂകന്റെ എന്ന് പറഞ്ഞാൽ ഇന്ന ആള് ഗുരു ഇല്ല. അപ്പൊ ഓരോ ഇതിലും ഓരോ അറിവുകൾ നമുക്ക് സ്വന്തമാകുന്നുണ്ട്. അത് ഓരോ അന്ധനും തരുന്ന വെളിച്ചം അത് എഴുതിയേക്കുന്നതിൽ ഒരു രസമുണ്ട്. ഓരോ മൂകന്റെയും കർണമന്ത്രം, മൂകം എന്ന് പറഞ്ഞാൽ ബധിരനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, കർണമന്ത്രം തന്നെ. അപ്പോ അത് എനിക്ക് എന്നെ സംബന്ധിച്ച് ത്രസിപ്പിക്കുന്ന ഇതുകളാണ് വാക്കുകൾ. അത് എന്താ പറയാ ഉള്ളിൽ കയറുന്ന ഒരു ഇതാണ്. അതുപോലെ ഈ പലരും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരു പുസ്തകമായിട്ടല്ല അത് വായിക്കുന്നത്. അയാൾ അന്നേ വരെ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ ഒന്ന്, അയാൾ ജനിച്ച് വീണ വീടുകളിലുള്ള അന്തരീക്ഷത്തിന്റെ പിതാവിന്റെയും മാതാവിന്റെയും അല്ലെങ്കിൽ ആ വീട്ടിലുള്ള മറ്റുള്ളവരുടെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാം അനുരണനം അയാളുടെ ഈ മനസ്സിലാക്കലുണ്ട്. ആ പുസ്തകം മാത്രമായിട്ട് പറയാൻ പറ്റില്ല. അന്ന് വരെയുള്ള സഞ്ചിതമായ വായനയുടെ അറിവ് മുഴുവൻ ആ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതാണ് ഈ മധുസൂദനൻ നായർ പറഞ്ഞിട്ടുണ്ട്, കിളിക്ക് കൊക്കിന്റെ ഭാഗത്തിൽ, കുംഭിക്ക് തുമ്പിത്തുടത്തിന്റെ ഭാഗത്തിൽ, കുംഭി എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് തുമ്പിക്കൈന്റെ ഭാഗത്തിൽ വന്നു ചേരുന്ന വാക്കിന്റെ വരദാനം. അപ്പോൾ അതിന്റെ നമ്മുടെ കയ്യിലുള്ള തവിയുടെ അളവ് അനുസരിച്ചാണ് നമുക്ക് കോരിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ പുസ്തകം മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ആ പുസ്തകം എവിടെയൊക്കെ അത് കണക്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ആ പുസ്തകം എടുക്കുന്നത്. അപ്പൊ അന്ന് വരെ ഈ പുസ്തകം ഒന്നും വായിച്ചിട്ടില്ല, നമ്മൾ വായിച്ച അത്രയൊന്നും വായിച്ചിട്ടില്ല. നമ്മളൊരു പുസ്തകം ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്തു, അയാൾക്ക് അത് വായിക്കുമ്പോൾ അയാളുടെ വായനാശീലത്തിന്റെ ഇത് വെച്ചിട്ടാണ് അതിന്റെ ആസ്വാദ്യത മനസ്സിലാവുന്നത്. അതേസമയം നമ്മളെക്കാൾ ഒരുപാട് കൂടുതൽ വായിച്ചിട്ടുള്ള ഒരാൾക്ക് ഈ പുസ്തകം ഇഷ്ടമാവണമെന്നില്ല അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഏറ്റക്കുറച്ചിലുകൾ എപ്പോഴും ഉണ്ട്. എന്നെ സംബന്ധിച്ച് പുസ്തകങ്ങളെക്കാളേറെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അറിവുകൾ എവിടെയെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റിയോ, ഈ ഇത് ഒരു ആസ്വദിക്കാൻ വേണ്ടി വായിക്കുന്ന പോലെ എവിടെയെങ്കിലും ഈ അറിവ് യൂസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ള വെച്ചിട്ടും നമ്മൾ അതിനെ അളക്കുന്നത്. അപ്പൊ അതൊരു നല്ല കാര്യമായിട്ടും മോശം കാര്യമായിട്ടും പറയാം അല്ലെ. ചിലർക്ക് കലയ്ക്ക് വേണ്ടി കല എന്ന് പറയുന്നവർക്ക് യൂട്ടിലിറ്റി വാല്യൂ എന്താന്ന് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒന്ന് സമരസപ്പെട്ടു പോകുമ്പോൾ അതിനൊരു രസം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ബുക്ക് റിവ്യൂ വേണ്ടെന്നല്ല. ഇപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞപ്പോ ഗുരുസാഗരത്തിൽ പറഞ്ഞു അല്ലെ, ഗുരുസാഗരത്തിൽ ഇതാണ് എന്നെ ഗുരുസാഗരത്തിൽ ആകർഷിച്ചത്. മധുസൂദനൻ നായരുടെ കവിത, ഏതാ കവിത, വാക്കെന്നുള്ള കവിതയാണ്. കവിതനെ പറ്റി പറഞ്ഞു. 16-17 വയസ്സിൽ ഒരു അടിപിടിയിൽ ചെന്ന് വിട്ടിട്ട് ഈ കിരീടത്തിൽ എന്റെ ജീവിതം എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാന്ന് മോഹൻലാൽ പറയുന്ന ഡയലോഗ്, അതുപോലെ വിട്ടുപോവാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ കടന്നുപോയി. അപ്പം അത് വേണ്ട, ഇനി ഞാൻ തല്ല അവിടുന്ന് തിരിച്ചു തല്ലുവരും. പിന്നെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കേൾക്കാൻ താല്പര്യമുണ്ട്. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഏതല്ലേ ഏതൊരു വീഡിയോ അല്ല. അപ്പൊ അത് ഈ ടോപ്പിക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിട്ട്, അപ്പൊ അതില് ഈ മഹാഭാരത യുദ്ധം നടക്കുന്നതിന് മുമ്പേ ഇത് ശുഭപര്യവസ്ഥയായി ആവില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഇതും ഉള്ള ആൾക്കാരാണ്. അത് 40-40 വയസ്സിലാണ് ഇവർക്കൊക്കെ യുദ്ധം ചെയ്യുന്നത്. ഈ 13 വർഷത്തെ 12 വർഷത്തെ വനവാസം, 13-ാം വർഷത്തെ അജ്ഞാതവാസം ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോ ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ അവസാനിക്കും, ഞാൻ ചിന്തിച്ചത് 17 വയസ്സിൽ ഇത് എങ്ങനെ അവസാനിക്കുന്ന ചിന്തിച്ചപ്പോ ഇത് നല്ല വഴിക്കല്ല പോവുക, ഞാനായിട്ട് നിർത്തിയാൽ എനിക്കിവിടെ നിർത്താം. അതുപോലെ ചിന്തിക്കാമായിരുന്നു പാണ്ഡവന്മാർക്ക്. കൃഷ്ണൻ കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും അത് പറ്റില്ല ഭഗവാനെ, ഞാൻ നിങ്ങളുടെ കയ്യിലൊരു എന്താ പറയാ ഒരു ചട്ടുക ആവാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അർജുനന് വേണമെങ്കിൽ പറയാമായിരുന്നു. അത് ചെയ്തില്ല. അതിന്റെ ഫലം എന്താണ്? യുദ്ധം കഴിഞ്ഞ ആഘോഷത്തിന്റെ രാത്രി അശ്വത്ഥാമാവിന്റെ വാളിനിരയായി മക്കളും കൃഷ്ണന്റെ യാദവ സമൂഹവും എല്ലാം. അല്ല, അത് മുഴുവൻ വിധിയാണെന്ന് പറഞ്ഞ. അപ്പൊ കൃഷ്ണൻ അറിയാമായിരുന്നില്ല എന്നാണ് എന്റെ ചോദ്യം.
കൃഷ്ണൻ അറിയാമായിരുന്നിട്ടല്ലേ ആവശ്യമായിരുന്നല്ലോ. കൃഷ്ണൻ നദീയുടെ തീരത്തേക്ക് ഇവര് മാത്രം വിളിച്ചിട്ട് പോവാണ്. ഈ 5 പേരും പ്ലസ് കൃഷ്ണനും ദ്രൗപദി മാത്രമാണ് നദീ തീരത്ത് പോകുന്നത്. ബാക്കി എല്ലാവരും ടെന്റിലായിരുന്നു, ആ കൂടാരത്തിലായിരുന്നു. അശ്വത്ഥമാവ് വന്ന് എല്ലാവരും കൊന്നു. അപ്പൊ ഈ ഭഗവാൻ അറിയാമായിരുന്നു. അപ്പൊ ഭഗവാൻ അറിയാമായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇതില് ഉള്ള ഒരു വലിയ ഇതെന്ന് പറഞ്ഞാൽ വിധിയും അല്ലെങ്കിൽ ആൾക്കാര് മരിക്കേണ്ടത് ആ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. അത് ഭഗവാൻ അങ്ങ് നടത്തി, അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നു അതില്. പക്ഷെ എന്റെ ചോദ്യം, ഭഗവാൻ അങ്ങ് നടത്തുന്നത് നമുക്ക് എതിർക്കാമായിരുന്നു അല്ലെ? ഭഗവാന് ഇപ്പൊ മനുഷ്യന് എല്ലാം വിധിയാണെന്ന് പറഞ്ഞ് ചിന്തിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ലേ? എല്ലാം വിധിയാണെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ അതിലൊരു രസമല്ലേ? ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ 17ാമത്തെ വയസ്സിൽ ഞാൻ തിരിച്ച് തല്ലിയാൽ വീണ്ടും തിരിച്ച് വിധിയാണ്, വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞത്. പക്ഷെ അന്നെടുത്ത ആ ഒരു തീരുമാനത്തിന്റെ ബേസിസിൽ ജീവിതം വേറൊരു വഴിയിലൂടെ കടന്നു പോവാണ്. അപ്പൊ ചില ഡിസിഷൻസ്, ഇപ്പോൾ താങ്കൾ വിവാഹം കഴിക്കുന്ന ഡിസിഷൻ എല്ലാം അന്നെടുത്തൊരു തീരുമാനം, അത് ആ ചോയ്സുകളിലൂടെയാണ് നമ്മുടെ ജീവിതവും വിധിയും ഒക്കെ നിർണ്ണയിക്കപ്പെടുന്നത് എന്നുള്ളത്. അത് അതിൻ്റെ ഒരു വലിയ പാഠം കൂടിയാണ് മഹാഭാരതം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ സ്വതന്ത്രമായ ചിന്തകൾ എടുക്കാൻ, നമ്മളെ ചിന്തിപ്പിക്കാൻ, എങ്ങനെ ജീവിക്കരുത് എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് പാണ്ഡവന്മാര്. അല്ലെങ്കിൽ ജീവിതകാലത്ത് മുഴുവൻ അവർക്ക് സമാനം ഉണ്ടായി. സത്യം. ടെൻഷൻ ആദ്യം വനവാസം, പിന്നെ അജ്ഞാതവാസം, പിന്നെ യുദ്ധം കഴിഞ്ഞപ്പോ മക്കളൊക്കെ മരിച്ചു. അപ്പോഴേക്കും മറ്റേ വാനപ്രസ്ഥത്തിന് പോകാൻ സമയമായി. അവസാനം യുധിഷ്ഠിരൻ മാത്രം കയറിപ്പോയി. അപ്പോ ഇതിലും ഭേദം സമാധാനായിട്ട് ഈ വനവാസ സമയത്ത് വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ച പോരായിരുന്നു. ആ രാജ്യത്ത് തന്നെ ജീവിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ചില സോഷ്യൽ ഇതുകൾ ഇപ്പോൾ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ, രാജ്യം പിടിച്ചില്ലെങ്കിൽ അവർക്ക് എന്താ പറയുക, അഭിമാനക്ഷതം. ജീവനുണ്ടെങ്കിലല്ലേ അഭിമാനക്ഷതം. അപ്പോൾ മക്കള് മരിച്ചിട്ട് അഭിമാനക്ഷതത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ട് അല്ല? ഇതൊക്കെ ഇന്റർപ്രിട്ടേഷൻസും ചിന്തകളും അനുസരിച്ചാണ്. അപ്പൊ നമുക്ക് ഈ സോഷ്യൽ അക്സെപ്റ്റൻസിന്റെയും അഭിമാനക്ഷതത്തിന്റെയും അല്ലെങ്കിൽ എന്താ പറയുക ഓണർ കില്ലിങ്സിന്റെയും ഒക്കെ ഇതില് ആ ഒരു ചുറ്റുവട്ടത്തിൽ ജീവിക്കുമ്പോൾ അതൊക്കെ വലിയ കാര്യമായിട്ട് തോന്നും. അതിൽ നിന്ന് പറിച്ചു കണ്ടിട്ട് വേറെ കുറച്ച് ലോകമൊക്കെ കണ്ട് ജീവിക്കുമ്പോൾ അത് അത്ര വലിയ കാര്യമില്ലെന്ന് തോന്നും. എന്തൊക്കെ പറഞ്ഞാലും പണ്ട് നമ്മള് രക്തസാക്ഷിത്വം ഇതൊക്കെ പറയും, ജീവനുണ്ടെങ്കിലല്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കൈയും കാലും ഒടിഞ്ഞു കിടന്നിട്ടോ ഇത് എന്നിട്ടോ കാര്യമില്ലല്ലോ. വേറെ വല്ലവർക്കും വേണ്ടി നമ്മള് തല്ലുകൊണ്ടോ അല്ലെങ്കിൽ കൈയും കാലും ഒടിഞ്ഞോ രക്തസാക്ഷിയായിട്ടോ ആരും ആരും അതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യുന്നു. ഇപ്പൊ മൂപ്പിളമ തർക്കത്തിന് ചേകവന്മാര് തമ്മിൽ യുദ്ധം ചെയ്ത് അയാള് ആരാണ് മൂപ്പ് എന്നുള്ളത് തീരുമാനിക്കുന്നു, ഈ എന്താ പറയാ അന്നത്തെ നാടുവാഴികള്. പക്ഷെ മരിക്കുന്നത് ചേകവനാണ്, അയാളുടെ കുടുംബത്തിന് പോയി. അപ്പൊ അന്ന് അയാളുടെ കുടുംബത്തിന് ജീവിതകാലം അല്ലെങ്കിൽ പല തലമുറയ്ക്ക് കഴിയാനുള്ള ഇത് അയാളുടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ? അത്രയും പൈസയില് ഇനിയുള്ള തലമുറ ജീവിക്കുന്നതാണോ, ഉള്ള പൈസയില് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നതാണോ അതിന്റെ രസം എന്നുള്ളത്? അല്ല, അത് ഓരോരുത്തരുടെ തീരുമാനങ്ങളാണ്. അതിപ്പോ നമ്മളിപ്പോ ഈവൻ ബിസിനസ്സിലാണെങ്കിലും എന്തിലാണെങ്കിലും അത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അതെല്ലാ ഇതിലും അതിപ്പോ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. ഇപ്പൊ ചിലത് ഈ ഇതുകളിൽ പറയാനുണ്ട്, കുട്ടികൾക്ക് ചില ഇതുകൾ കൊടുക്കുന്നു. ഈ നിനക്ക് ഇപ്പം എടുക്കുകയാണെങ്കിൽ ഒരു മിഠായി എടുക്കാൻ പറ്റുള്ളൂ, അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം എടുക്കുകയാണെങ്കിൽ എനിക്ക് 2 മിഠായി എടുക്കുക. അപ്പം ആ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പ്രാപ്തിയുള്ള കുട്ടികൾ ഭാവിയിൽ അവർക്ക് അങ്ങനെ എന്താ പറയുക കുറേ ഇപ്പോൾ വലിയ വലിയ കോഴ്സുകൾ, എഞ്ചിനീയറിംഗും മെഡിസിനും പോലുള്ള കോഴ്സുകൾ എഫേർട്ട് എടുത്ത് പഠിച്ച് എപ്പോഴോ കിട്ടുന്ന റിട്ടേൺസിന് വേണ്ടിയാണ് പഠിക്കുന്നത് അല്ലേ? അതേസമയം നിസ്സാരപ്പെട്ട 1 കൊല്ലത്തെ കോഴ്സ് എടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലി, അത് പക്ഷെ ചെറിയ ജോലി, ചെറിയ റിട്ടേൺസ്. അപ്പോൾ ഇതിൽ ഉള്ള എന്താ പറയുക ആ ഗ്രാറ്റിഫിക്കേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും. മറ്റത് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നത്. അപ്പോൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ ശാസ്ത്രം അല്ലെങ്കിൽ മനഃശാസ്ത്രം ചരിത്രമൊക്കെ പറയുന്നത് ഇൻസ്റ്റന്റ് അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ള മിഠായി ചൂസ് ചെയ്യുന്ന കുട്ടികളാണ് ജീവിതത്തിൽ കൂടുതൽ സക്സസ്ഫുൾ ആയി തീരാം. പക്ഷെ എൻ്റെ ചോദ്യം, ആ ഒരു ഇതിൽ
എത്രയോ പേര് ഇത് ഡിലേ ചെയ്ത് ഒരിക്കലും കിട്ടാതെ. ഇപ്പൊ നമ്മള് ഇന്ന് ജീവിക്കാതെ എല്ലാം സ്വരുക്കൂട്ടി എടുത്ത് വെച്ച് നാട്ടില് വീട് പണിത് അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് അവസാനം അവിടെ ചെല്ലുന്ന സമയത്ത് ശവമായിട്ടാവും ചിലപ്പോ വീട്ടിൽ കയറി വരാം. അപ്പോൾ അത് ധാരാളിത്തമായി ജീവിക്കണം എന്നല്ല പറയുന്നത്. അത് എന്ത് ഇതാണെങ്കിലും അവനവൻ്റെ ഒരു ബാലൻസ് എന്ത് വേണം എന്നുള്ള. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട ആഘോഷങ്ങൾക്കൊക്കെ അതിനു മുമ്പ് ഒരു ഇത്രയും കാലം അല്ലെങ്കിൽ ഇത്രയും എഫേർട്സ് എടുത്ത് കുറച്ച് അധ്വാനിച്ചതിന് ശേഷം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഒരു രസമുള്ളൂ. അത് എംബഡഡ് ആണ്. എന്നും ആഘോഷങ്ങളുള്ള ജീവിതമല്ല. ഒരു മോണോട്ടണസ് ആയ അല്ലെങ്കിൽ വലിയ ഇതുകളൊന്നും ഇല്ലാത്ത ഡെയിലി ജോലി, അത് കഴിഞ്ഞാൽ പഠിപ്പ്, അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ എടുക്കൽ, അങ്ങനെ വളരെ മൊണോട്ടണസ് ആയി പോകുന്ന ഒരു ജീവിതമുള്ള ഒരു ആൾക്കല്ല. ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം അതിന് ശേഷം ഒരു ആഘോഷം, ഒരു ട്രിപ്പ്, അല്ലെങ്കിൽ അപ്പോൾ അതിനൊരു പ്രത്യേകിച്ച് ആരും അത് സമയം എല്ലാ ആഴ്ചയും ഇതാണ്. അപ്പോൾ എന്നാൽ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. നമുക്കത് എന്റർടൈൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബിൽറ്റപ്പ് നേച്ചർ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം ആ വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഇതെല്ലാം ഒരുപാട് പുസ്തകങ്ങളിൽ നിന്നും പലയിടത്തു നിന്നും വരുന്ന ചിന്താഗതികളാണ്. ഇത് ഇന്ന പുസ്തകം വായിച്ചാൽ ഇത് കിട്ടും എന്ന് പറയാൻ പറ്റില്ല. കുറെ പേര് ചോദിക്കുന്ന ഒരു ചോദ്യം വെച്ചാൽ കുട്ടികൾക്ക് ഏത് ബുക്കാണ് വായിക്കാൻ കൂടുതൽ നല്ലത്, നിങ്ങൾ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മോനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവി പണ്ട് തൊട്ടേ കഥകൾ ഇഷ്ടപ്പെടുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ കിടക്കുന്നേക്കാൾ മുൻപായിട്ട് ഞാനും ജാനും കഥകൾ കുറേയൊക്കെ നമ്മൾ അറിയുന്ന കഥകൾ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞ് പിന്നെ അവസാനമായപ്പോൾ കഥ ഒന്നും പറയാൻ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ ചുമ്മാ എൻ്റെ ടേൺ കഴിയുമ്പോൾ ജാൻ പറയും, അങ്ങനെ കഥകൾ ഉണ്ടാക്കി പറയുന്ന ഒരു അച്ഛനമ്മയായിരുന്നു ഞങ്ങൾ. അപ്പോൾ അവൻ്റെ ആ ഒരു പ്രായം കഴിഞ്ഞപ്പോഴേക്കും നന്ദു വന്നു. നന്ദുവിനാണെങ്കിലും കഥ പറച്ചിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ന് വെച്ചാൽ വായിക്കുന്നത് ഭയങ്കര മടിയായിരുന്നു പുള്ളിക്കാരന്. അപ്പൊ പിന്നെ നമുക്ക് എന്താ പറയാ, വായിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ പോലും അവന് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ജാൻ പിന്നെ നെറ്റിൽ നോക്കിയിട്ട് എന്താണ് ഞാൻ അതിന്റെ പേര് ഫെർഫെറിയ എന്ന് പറഞ്ഞുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തു. അതിൽ നമുക്ക് വായിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമുക്ക് അത് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഥ പറയുന്നതായിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ കേട്ട് അവന് ഈ കഥ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അത് പതുക്കെ അത് വായിക്കാൻ തുടങ്ങി. അവർ അതിൽ എല്ലാം കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസിയേഷനും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അത് വായിക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ ബുക്സ് ആണ് ഇപ്പൊ അച്ഛൻ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ബുക്ക് കവർ ചെയ്യുന്ന പോലെയാണ് ഓഡിയോ ബുക്ക് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സയൻസ് എന്തെങ്കിലും ഒരു വിഷയം പഠിക്കുമ്പോൾ തന്നെ പുതിയൊരു ടോപ്പിക്ക്, പുതിയൊരു ചാപ്റ്ററാണ് അവൻ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ചില വാക്കുകൾ അവന് ഓൾറെഡി അറിയാം. അതിന്റെ അർത്ഥം എനിക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ലേ. അപ്പൊ അവൻ അതിന്റെ അർത്ഥം പറയാം. അപ്പൊ ഞാൻ ചോദിക്കും, മോനെ ഇത് എങ്ങനെയാണ് നിനക്ക് അറിഞ്ഞു നോക്കിയപ്പോൾ പറയാം, അമ്മ ആ സ്റ്റോറിയിൽ ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ അവൻ കളിക്കുന്ന കളികളിൽ പറഞ്ഞിട്ടില്ല അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇപ്പൊ അവന് 8 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് എനിക്കൊക്കെ അറിയാവുന്നതിനേക്കാളും എന്താ പറയാ, പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമാണ്, ജനറേഷന്റെ വ്യത്യാസമുണ്ട്, ഇംഗ്ലീഷ് വാക്കുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് സ്ഥലത്ത് അവർക്ക് പ്രയോഗിക്കാൻ അറിയുന്നുണ്ട്. അപ്പൊ ഒരു സിറ്റുവേഷനിൽ സംസാരിക്കുമ്പോൾ ആ വാക്കുകൾ നമ്മൾ ചെറിയ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പരമായിട്ട് അവൻ പുതിയതായിട്ട് പഠിച്ച വാക്കുകൾ ആ ഒരു സിറ്റുവേഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇപ്പൊ അവൻ നിങ്ങൾ ചോദിക്കുന്ന ഒരുപാട് പേരോട് എനിക്ക് പറയാനുള്ളത് ഇന്ന ബുക്കെന്നൊന്നുമില്ല. പിന്നെ ചേട്ടൻ കുറേ ബുക്കുകൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ട് അച്ഛനും മോനും കൂടി ഇരുന്ന് വായിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ ചേട്ടൻ പറഞ്ഞുതരും എന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ. അല്ല, നന്ദു വായിക്കുന്ന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞപ്പോ അച്ഛനും മോനും കൂടി ഇരുന്ന് കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് നോക്കും. അത് കഴിഞ്ഞിട്ട് വാങ്ങിക്കും. 2 ദിവസം കൊണ്ട് ഇവിടെ എത്തും. ഒരു 10 ബുക്ക് വരും. അത് ഒരു 10 ദിവസം കൊണ്ട് നീ അത് കാണിച്ചു കൊടുത്താൽ മതി. ആ പുസ്തകങ്ങളൊക്കെ ഉള്ള ഈ എന്താ പറയാ, ഓഡിയോ ബുക്സ് ഇതിൽ പലതും, ഈ ഐ എം നോട്ട് ജോയി പിക്സ, അതുപോലെ ഇതവൻ്റെ പുസ്തകമാണ് മിസ്റ്റ്വിക് സ്കൂൾ ഓഫ് മ്യൂസിക് ക്രാഫ്റ്റ്. ഇത് ഓഡിബിൾ എന്ന് പറഞ്ഞുള്ള ഒരു ആപ്പാണ്. ഇതിലിപ്പോൾ എൻ്റെ പുസ്തകങ്ങളും അവൻ്റെ പുസ്തകങ്ങളും ഉണ്ട്. എന്നാലും ഇതിൽ നമ്മൾ കുട്ടികളുടെ ഒരു എന്ന് പറഞ്ഞാൽ ഇന്ന സാധനം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഓരോ സീരീസിലൊരു ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുക അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നത്. ഇത് അവന് ഭയങ്കര ഇഷ്ടമായൊരു സീരീസാണ്. ഗെയിം ഓഫ് ത്രോൺസ് അല്ല, ബ്രിസിംഗർ എന്ന് പറഞ്ഞിട്ട് ഇൻഹെറിറ്റൻസ്, ഈ ഡ്രാഗൺസിനെ പറ്റിയുള്ള. അതുപോലെ വേറൊരു ഈ ഗ്രീക്ക്, നമ്മുടെ മഹാഭാരതം പോലെ മാർക്ക് ഓഫ് അഥീന, മഹാഭാരതം പോലെ സിമിലർ ഈ വായു ഭഗവാന്റെ മക്കളും സൂര്യഭഗവാന്റെ മക്കളും ഒക്കെ ഉള്ള ഗ്രീക്ക് പുരാണങ്ങളുണ്ട്. അപ്പോൾ ഈ പുരാണങ്ങളും മഹാഭാരതം ഇവിടെ മാത്രമല്ല. അപ്പോൾ അതിന്റെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ നടക്കുന്ന രീതിയിൽ ആ കഥയാക്കിയിട്ട് സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളും. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സീരീസ് ഡൗൺലോഡ് ചെയ്തൊക്കെ അവന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ സീരീസിലുള്ള മറ്റു ബുക്കുകളും ഡൗൺലോഡ് ചെയ്യും.
അപ്പൊ ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നല്ലേ? ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഇതൊക്കെ ഇതെന്ന് പറഞ്ഞാല് പല പുസ്തകങ്ങളും അത്യാവശ്യം വലിയ പുസ്തകങ്ങളാണ്. ചിലത് 30 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഉള്ള പുസ്തകങ്ങളുണ്ട്. അപ്പൊ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവനത് ശ്രദ്ധിക്കണം. പിന്നെ കഥകളാണ്. അപ്പൊ ആ പുസ്തകം അവൻ ശ്രദ്ധിക്കുന്ന നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതല്ല, താല്പര്യം. ഉറങ്ങുന്നേക്കാളും മുൻപായിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ നേരത്തെ കിടന്ന് ഉറക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കേൾക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 10 മിനിറ്റെങ്കിലും രാത്രി കേൾക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇതിപ്പോൾ വലിയ ഒരു വിഷയമായിട്ട് തോന്നി കാര്യമില്ലെന്ന് വെച്ചാൽ, നാവിക്കാണെങ്കിൽ പാട്ട് കേൾക്കണം കാറിൽ പോകുമ്പോൾ, ഇവനാണെങ്കിൽ ഓഡിയോ ബുക്ക് കേൾക്കണം, ഈ സ്റ്റോറി കേൾക്കണം. അപ്പൊ രണ്ടെണ്ണം കൂടി തല്ലാണ് ഇവിടെ. നടക്കാൻ പോകുമ്പോ കേൾക്കും. അങ്ങനെ അവനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അത്. അപ്പൊ പക്ഷെ എല്ലാവരും കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ തന്നെ അവയ്ക്ക് താല്പര്യമില്ല, അവരവരുടെ നമ്മള് അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ല. അപ്പൊ അവയ്ക്ക് താല്പര്യമില്ലെങ്കിൽ അവയ്ക്ക് താല്പര്യമില്ല, അവയ്ക്ക് മറ്റു താല്പര്യങ്ങളാണ്, പെയിന്റിങ്ങും ഇതുകളും ക്രാഫ്റ്റും കാര്യങ്ങളാണ് അവന് ഇഷ്ടം. ഓരോ കുട്ടികൾക്ക് അവർക്ക് താല്പര്യമുള്ള ആ വഴിക്ക് വിടുന്നു, എന്താവുന്ന നമുക്കറിയാത്തതുകൊണ്ട്. അതെ അതെ. പക്ഷെ അതിന്റെ ഇപ്പൊ മോൻ നന്ദു ഇങ്ങനെ ബുക്ക് വായിക്കുന്നതുകൊണ്ട് ഇപ്പൊ നാൻസിയുടെ മക്കള് വായിക്കാൻ തുടങ്ങി. അത് നല്ലൊരു ഇൻഫ്ലുവൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അവനിപ്പോ ബുക്ക് വായിച്ചിട്ട് ഓരോ ബുക്ക് കൊണ്ടുവരും, തിരിച്ച് പുതിയ ബുക്ക് കൊണ്ടുപോകും. അപ്പൊ ജോസിയുടെ മോനെ അവന് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കുറെ ബുക്കുകൾ ഉള്ളതിൽ വെച്ചിട്ട് എന്തൊക്കെയാണ് എന്ത് സീരീസ് ആണത്? ടോം ഗേറ്റ്സിന്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നാള് HNCയുടെ നാട്ടിലൊരു ബുക്ക് ഫെയറിന് പോയപ്പോ ഈ പുസ്തകങ്ങളൊക്കെ നാട്ടിലും അവൈലബിൾ ആണെന്നുള്ളതാണ് ആൾക്കാര്. അതുപോലെ ഈ സാധനം ജെറോണിമോസ് ചിൽട്ടൺ എന്ന് പറഞ്ഞ ജെറോണിമോസ്, ഇതൊക്കെ മൗസിന്റെ സീരീസ് ആണത്. അങ്ങനെ ഇവിടെ കുറെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ടോം ഗേറ്റ്സിന്റെ കുറെ ഇതുണ്ട്. അതുപോലെ തന്നെ വേറെ ഡോഗ്മാൻ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് മോളിലുണ്ട്. പിന്നെ വിംപി കിഡ്സ്, അവേരിയാണല്ലേ, ഡയറി ഓഫ് വിംപി കിഡ്. ഓക്കെ, അങ്ങനെ കുറെ ബുക്കുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ്. പിന്നെ ഇവിടെ എന്തിട്ടൊക്കെ ഇരിക്കുന്നത് ജെറോണിമോസ് ടിൽട്ടൺ. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഏതാണ് പിള്ളേർക്ക് ഇഷ്ടപ്പെടുക നമുക്ക് പറയാൻ പറ്റില്ല. ഇത് മുഴുവൻ അച്ഛൻ്റെയാണ്, അത് മുഴുവൻ മോൻ്റെയാണ്. അപ്പോൾ അച്ഛനും മോനും കൂടി ഇങ്ങനെ ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പോൾ ഞാനിവിടെ എന്താ പറയുക, കൊറിയർ ആൾ വന്ന് നോക്കുമ്പോൾ മിക്കവാറും ഞാൻ വെച്ചാൽ എനിക്ക് വല്ല സാധനങ്ങൾ ഓർഡർ ചെയ്തതാണ്. എവിടെ മിക്കതും ബുക്കുകൾ തന്നെ ആയിരിക്കും അതിൽ. ഞാൻ പിന്നെ എപ്പോഴും എയർപോർട്ടിൽ നിന്ന് എനിക്ക് പറ്റിയ ബുക്കുകൾ വാങ്ങിക്കാറുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. അതെ, താല്പര്യമുള്ളവർക്ക് അത് നന്നായിട്ടിരിക്കാം. അല്ലെങ്കിൽ ആ കുട്ടികളെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പം എന്നോട് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നാമത് അതിനോട് വലിയ താല്പര്യമില്ല, മാത്രമല്ല സമയമില്ല. അപ്പോൾ അതുപോലെ തന്നെ. പക്ഷെ എനിക്ക് ചില ബുക്കുകൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവനും വായിക്കേണ്ട ഞാൻ താഴെ വെക്കൂല. അതുണ്ടല്ലോ. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. അശ്വതിയുടെ ബുക്ക് നല്ല ബുക്കല്ലേ? ഞാൻ 2-3 സ്റ്റോറി വായിച്ചിട്ടുള്ളൂ, ഇനി വായിക്കണം. അത് സമയം കിട്ടാത്തതുകൊണ്ടാണ്. താഴെ ഇഷ്ടപ്പെടാഞ്ഞുണ്ടല്ലോ. നന്നായിട്ടുണ്ട്. താങ്കൾ വായിച്ചു കഴിഞ്ഞില്ലേ മുഴുവൻ? നല്ലായിരുന്നില്ലേ? അപ്പോൾ അതുപോലെ എനിക്ക് ചില ബുക്കുകൾ നല്ല ഇഷ്ടപ്പെടും, അപ്പോൾ അതങ്ങ് വായിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരായി പറഞ്ഞ പോലെ താല്പര്യം അനുസരിച്ച് മാറ്റങ്ങൾ വരും. ഓരോരുത്തരുടെ ഫോർമാറ്റീവ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ജീവിതം തിരഞ്ഞെടുക്കുന്ന സമയത്ത് കിട്ടുന്ന പുസ്തകങ്ങളാണ്. ഇപ്പം അതിൽ ഒന്നാണ് ഈ ഗുരുസാഗരമൊക്കെ. ജീവിതം ഓൾമോസ്റ്റ് നിർണ്ണയിക്കപ്പെടുന്നത് ആ ഒരു പുസ്തകങ്ങളുടെ ബേസിസിലാണ്. എവിടെ നിന്നും എന്തും പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണയുടെ പുറത്ത്. അതുപോലെ സിദ്ധാർത്ഥ, ഹെർമൻ ഹെസ്സിൻ്റെ സിദ്ധാർത്ഥയിൽ ഇപ്പോൾ കഥയൊക്കെ ചോദിച്ചാൽ ഇത്തിരി കഷ്ടപ്പെടും, എന്നാലും വിസ്ഡം ഈസ് നോട്ട് കമ്മ്യൂണിക്കബിൾ എന്നുള്ളൊരു ഡയലോഗുണ്ട് ബുദ്ധൻ്റെ അടുത്തുനിന്ന്. പരമമായ അറിവ് നിനക്ക് ഒരാളുടെ അടുത്തുനിന്നും നോളജ് കിട്ടും, ഇത് ഈ വിസ്ഡം എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല. അത് സ്വന്തമായിട്ട് തന്നെ കണ്ടെത്തണം. അപ്പോൾ പലരും ജീവിതത്തിൽ വലിയ വലിയ ഡിസിഷൻസ് എടുക്കുമ്പോൾ അഭിപ്രായം ചോദിക്കില്ല, സ്വന്തമായ ഡിസിഷൻസ് ആണ്. അപ്പോൾ അത് എന്നാൽ ചെറിയ ചെറിയ ഡിസിഷൻസിനൊക്കെ നാട്ടുകാരുടെ മുഴുവൻ അഭിപ്രായം ചോദിച്ച് അല്ലെങ്കിൽ എല്ലാവരെയും ഒരു കളക്റ്റീവ് തരുക. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വർക്കൗട്ടായി എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ അത് വർക്കൗട്ട് ആവുന്നില്ല. അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റേഷൻസും ഇതൊക്കെ ജീവിതം കടന്നു പോകുന്നു. ചെറുപ്പം തൊട്ടേ സ്വന്തമായ ഡിസിഷൻസ് എടുത്ത് ശീലിച്ച് അതിൽ നല്ലതും തെറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല വഴിക്കും ചീത്തയായ വഴിക്കും നടന്ന് രണ്ടിൻ്റെയും തിക്തഫലങ്ങൾ അനുഭവിച്ച് പിന്നീട് എടുക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും തെറ്റായ ഡിസിഷൻസ് നടക്കാറുണ്ട്. പക്ഷെ അത് തെറ്റാണെന്ന് മനസ്സിലാകുമ്പോൾ തിരുത്തും. തീർച്ചയായിട്ടും. അല്ല, എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് ചെറുപ്പത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ താങ്കളുടെ ജീവിതമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്.
കാരണം വ്യത്യാസമുണ്ട്. അല്ല, നീ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയാണ് ജാന. എന്താ ചെയ്യുക, നമ്മൾ തമ്മിൽ ഫ്രണ്ട്സാന്ന് വെച്ചിട്ട് ഈ നീന്ന് വിളിക്കുന്നത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. പോട്ടെ. അപ്പം ജാന അല്ലെങ്കിൽ താങ്കൾ, എനിക്ക് താങ്കൾ എന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചും കൂടി സൗകര്യം തോന്നുന്നു. ഞങ്ങൾ പണ്ട് വഴക്കിടുമ്പോൾ മാത്രമാണ് ഈ താങ്കൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുള്ളത്. അതിന് ജാനൊരു ടെൻഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൂടെ ഉള്ളൊരിൽ എനിക്കിപ്പോൾ ജാൻ പറയണ പോലെ തന്നെ ആ ഒരു എന്താ പറയുക ഒരു ഡിസിഷൻ എടുക്കാനോ, കാരണം ഒരു പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അയ്യോ അവർ അച്ഛനും അമ്മയ്ക്ക് വിഷമാവോ എന്നുള്ള ചിന്തിച്ചിട്ട് പലതും നമ്മൾ പറയാതെ അല്ലെങ്കിൽ എല്ലാം നമ്മൾ മനസ്സിൽ സപ്രസ് ചെയ്തിരിക്കുന്ന ഒരു ആളായിരുന്നു ഞാൻ. പക്ഷെ താങ്കൾ അങ്ങനെ ആയിരുന്നില്ല. അല്ല, അതാ പറയണത്. അപ്പൊ ആ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് പല എൻ്റെ ആഗ്രഹങ്ങളാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞിരുന്നില്ല. അതിപ്പോ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ അന്ന് പരമാവധി വിഷമിപ്പിച്ചുകൊണ്ട് ഇപ്പൊ അവർ ഹാപ്പിയാണ്. അവർ ഹാപ്പിയാണ്. അല്ല, അത് പക്ഷെ അത് ബൈ ലക്കും ആണെന്ന് വിചാരിക്കാം. പിന്നെ അവരുടെ ഒരു നല്ല മനസ്സും അതൊക്കെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അല്ല, അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ അതിപ്പോ ഒരു കാര്യം, ഇപ്പൊ ഞാനും പിള്ളേരെ അവരുടെ ഡിസിഷൻസ് എടുക്കാൻ ഒരു ഇതിനകത്ത് അവർക്ക് എടുക്കേണ്ടത് നമ്മള് കമ്പൽ ചെയ്യാറില്ലേ ഒന്നിനും, അല്ലെ? അപ്പൊ അത് ഇപ്പൊ പൗലോ കൊയ്ലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് വീട്ടുകാർ പറഞ്ഞ അനുസരിക്കാത്തതുകൊണ്ട് ഭ്രാന്താശുപത്രിയിൽ കൊണ്ടിട്ട് ഷോക്ക് കൊടുത്ത് കിടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛനമ്മ. അപ്പൊ എന്നെയും അങ്ങനെയൊക്കെ ചെയ്യാൻ എൻ്റെ അച്ഛനമ്മയ്ക്കും ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ കാര്യം തല്ലും പിടിയെന്ന് പറഞ്ഞാൽ ആര് ജയിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നാട്ടുകാരൊക്കെ കൂടെ ഭ്രാന്താശുപത്രി കൊണ്ടിട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. ഈ താന്തോന്നിത്വം താൻ പോരുമയൊക്കെ കാണിച്ച് നടക്കുമ്പോ അതിനൊരു അതിൽ നിന്ന് അവൻ പഠിക്കും എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അത് പഠിക്കൂല്ലയോ എന്നുള്ളൊരു സങ്കോചം അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം ഒരു കരക്കെടുക്കുന്നത് വരെ. അപ്പോ എന്നാൽ പോലും ആ റിസ്ക് എടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് നമ്മള് രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോ നമ്മള് ഒരു വലിയ ഇതൊരു നഷ്ടപ്പെടുത്തി. പൗലോ കൊയ്ലോ പോലൊക്കെ എഴുതാനുള്ള ഒരു എഴുത്തുകാരനെയാണ് അവര് നഷ്ടപ്പെടുത്തി. കൊണ്ടിട്ടിരുന്നെങ്കിൽ ചിലപ്പോ നമ്മൾ ഇനിയും സമയമാക്കിയിട്ടില്ല, ഇനിയും എഴുതൊക്കെ. അയ്യോ, അങ്ങനെയല്ല. ഭ്രാന്താസ്പത്രി പോയാൽ മാത്രം എഴുതണമെന്ന് ആര് പറഞ്ഞത്? അങ്ങനെ ആരും ഭ്രാന്താസ്പത്രിയിൽ കൊണ്ട് അനുഭവങ്ങളുടെ ആഴങ്ങളിലേക്ക്, സാധാരണ മനുഷ്യന്റെ മനസ്സ് പോവാത്തത്ര ആഴങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഭ്രാന്താസ്പത്രി പോകണമെങ്കിൽ ഷോക്ക് കൊടുക്കുമ്പോഴും. അയ്യോ, ഞാൻ വേണമെങ്കിൽ ഷോക്ക് വരാം. അപ്പോ അതാണ് ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളാണ് ഓരോ മനുഷ്യരെ എങ്ങനെയാണെന്നുള്ളത് ഇതിനെ മോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ജാൻ ജോഷി എന്നുള്ളൊരു വ്യക്തിയുടെ കൂടെ കൂടിയതിന് ശേഷം മാത്രമാണ് ഇത്ര ധൈര്യം വന്നതും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മളുടേതായ സ്റ്റാൻഡ് ഉണ്ടെന്ന്, അതായത് ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടെന്നും എനിക്ക് മനസ്സിലായത് താങ്കളെ കണ്ട് പരിചയപ്പെട്ടതിന് ശേഷം മാത്രം. സത്യം. കൈയടി. അതല്ല ഞാൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴൊരു പേടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയ്യോ അവർക്ക് വിഷമാവും, അച്ഛനമ്മയ്ക്ക് വിഷമാവും, അവരൊറ്റ മോളാണ് ഞാൻ, അവരെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ള ചിന്താഗതി ആയതുകൊണ്ടായിരിക്കാം നമ്മളങ്ങനെ, താങ്കൾക്ക് പല കാര്യങ്ങളും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ജീവിച്ചു. പക്ഷെ ഞാൻ വന്നതിന് ശേഷമാണ് പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് നമ്മളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്, അല്ലെ? അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറ്റിക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളൊരു പേര്. അപ്പോൾ ഉള്ളത് അങ്ങോട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സ് ക്ലീൻ ആവും. കേൾക്കുന്നവർക്ക് ആ സമയത്ത് ഒരു വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവരും ക്ലിയർ ആയി കിട്ടും. ആ ഒരു വലിയ പാഠമാണ് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് താങ്കൾ തന്നത്. അപ്പം അതിന് ശേഷമാണ് ജീവിതത്തെ കുറച്ചും കൂടെ ഒരു ഈസി വേയിൽ എനിക്ക് കാണാൻ പറ്റിയത്. ബാക്കിയുള്ളവർ കരഞ്ഞാലും നമ്മളെ ഹാപ്പി ആയിരിക്കും. ബാക്കിയുള്ള കരഞ്ഞൊന്നല്ല, മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പോഴും അത് നമ്മളിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അച്ഛനും അമ്മയും പെർമിഷൻ വേണം. അപ്പോൾ രാത്രി ഒരു 6 മണിക്ക് ശേഷം, അത് അവരുടെ കൺസേൺ കൊണ്ടാണ്, അവരെയും കുറ്റം പറയുന്നതല്ല. 6 മണി കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂസ് ആയി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക, എവിടെ എത്തി എന്നൊക്കെ ടെൻഷൻ. പിന്നെ ഇന്ന സ്ഥലത്ത് പോകാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ആദ്യം ശരി അച്ഛൻ്റെ അമ്മയുടെയും പെർമിഷൻ എടുത്തിട്ടാണ് പോകാറുള്ളത്. ചിലപ്പോൾ അവർ പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ലായിരുന്നു. പിന്നെ 6 മണി കഴിഞ്ഞാൽ അപ്പം ഞാൻ പറയും ഞാൻ കല്യാണം കഴിച്ച അല്ലേ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയല്ലേ പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു മോളോടുള്ള ഓവറായിട്ടുള്ള സ്നേഹം കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും അത് ചില സമയത്ത് നമുക്കത് പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും അത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. കാരണം നമുക്ക് ചിലപ്പോൾ ഓവർനൈറ്റ് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും, ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ പിന്നെ കള്ളം പറയാൻ തുടങ്ങി. ചില സമയത്ത് എത്തും അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമില്ലാണ്ട് കള്ളത്തരങ്ങളൊക്കെ പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ജാൻ്റെ കൂടെ കൂടിയപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു അമ്മ ഞാനിങ്ങനെയാണ്, ഞാൻ ഈ പോകുന്നു എന്ന് പറഞ്ഞ പെർമിഷൻ ചോദിക്കല്ല, ഞാൻ പോകുന്നു എന്ന് മാത്രം പറയുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നപ്പോൾ രണ്ട് ഭാഗത്തും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ അപ്പോൾ ആ ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ട സ്ഥലത്ത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ, അല്ലെങ്കിൽ രണ്ടും അല്ലാത്തൊരവസ്ഥയിലോട്ട് ജീവിതം പോകും. അപ്പോൾ അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് ആ കാര്യത്തിൽ.
ഇനി ഇത്രയും പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞല്ലോ. എന്നെ കാണിച്ചിട്ടല്ലോ. അത് വേണ്ട, ഇനിയിപ്പോ ഒന്നും പറയാനില്ല. മെയിനായിട്ട് ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ എന്തിട്ട് പറയാനുള്ളത്? ഇവനെ ശരിയാക്കും. എന്താണ് തലക്കെട്ട് വീഡിയോന്റെ? ഭാര്യയും ഭർത്താവും വർത്താനം പറയുന്നു. ഭാര്യയും ഭർത്താവും ഇത് ബുക്കുകളെ പറ്റിയുള്ള ഇതല്ലേ ആയിട്ടല്ലേ തുടങ്ങിയത്. ടോപ്പിക്കൊക്കെ കേട്ട് സംസാരിച്ചു. അത് നല്ലതല്ലേ, ഒരു ടോപ്പിക്കിൽ നിലനിന്ന് സംസാരിക്കുമ്പോൾ ഒരു രസമല്ലേ. പല പല ടോപ്പിക്കുകൾ, ഇത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന് ഇടയിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയുന്നതിന് രസം. നമ്മുടെ ഭാവി പരിപാടികൾ എന്താണ്? വല്ല പുതിയ പ്ലാനുകൾ വല്ലതുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു നീ പറഞ്ഞപ്പോ. ഞാൻ കൂടെ വന്നിട്ട് നിന്നെ അനുസരണയില്ലാത്ത എന്താ പറയാ ഞാനിപ്പോ ഇന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞോണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. അത് ശരി. തന്റെ ആയതുകൊണ്ടാണല്ലോ പലരുടെ വീണ ചേച്ചിയും എന്താ പറയാ അമ്മയും അല്ലെങ്കിൽ അനിയത്തിയും ഒക്കെ ആയി മാറിയത്. അതിനെല്ലാത്തിലും ബേസിക്കലി താങ്ക്സ് ടു ജാൻജു. താങ്ക്സ് പറയുന്നത് എന്താ പറയാ എന്റെ ഒരു കടമയാണ്. അത് വരവ് വെക്കണ വേണ്ടെന്നുള്ളത് താങ്കളുടെ വരവെച്ചിട്ടുണ്ട്. അല്ല, ഇതില് നല്ല വശം മോശം വശമുണ്ട്. ഇപ്പോൾ ഓവർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത്രയ്ക്ക് വേണ്ട. അല്ല, അത്രയ്ക്ക് ഓവർലി ഇൻഡിപെൻഡൻ്റ് ആവുന്നതിൽ ചില നഷ്ടങ്ങളുണ്ടെന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ചില ബന്ധങ്ങൾ എന്താ പറയുക ഇല്ലാതാവും. അപ്പോൾ അത് സസ്റ്റെയിൻ ചെയ്യാൻ, അതില്ലെങ്കിലും ഒറ്റയ്ക്ക് നിലനിൽക്കാൻ കഴിവുള്ളവർ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടില്ലാത്തവർക്ക് സ്വീകരിക്കാവുന്ന മാർഗ്ഗമാണ് അത്. അപ്പോൾ എല്ലാവർക്കും പറ്റില്ല, അതാ ഞാൻ പറഞ്ഞു വന്നത്. ചില അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഫ്രണ്ട്സും കുറെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് പൂർണ്ണതയിൽ എത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാത്തിനും അവർ വേണമെന്നുള്ള അവസ്ഥ. ഇപ്പൊ നമ്മളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കേഷൻ എന്തെങ്കിലും ആവശ്യത്തിനനുസരിച്ച് പോകുന്നു എന്നല്ലാതെ, പിന്നെ നമ്മള് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൊരു മാത്രമല്ല, രണ്ടുപേർക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടുപേരും ഏകദേശം ആ ഒരു കാര്യത്തിലൊക്കെ. അതിപ്പോ അറിയില്ലല്ലോ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഓൾമോസ്റ്റ് എങ്ങനെയാണ്, ഇപ്പൊ നമ്മുടെ മക്കൾ എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അവിയുടെ കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. അവന് കുറച്ചും കൂടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള ഒരു പ്രായത്തിന്റെ ഉണ്ടാവും. ഇപ്പൊ എനിക്കും തോന്നിയിട്ടുണ്ട് ഈ വളരുന്ന പ്രായത്തിൽ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു ഇതിൽ താമസിക്കുകയാണെങ്കിൽ രസമായിരുന്നു, കുറേ കൂടി ഇൻട്രാക്ഷൻ. അപ്പോൾ ഈ ഓവർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളവർക്ക് പിന്നീട് ഇപ്പോൾ പുസ്തകങ്ങളും ഇതൊക്കെ വായിക്കുമ്പോൾ ഉള്ളൊരു ആ ഇൻഡിപെൻഡൻറ്റിനെക്കാട്ടിലും നല്ലത് ഇൻ്റർഡിപ്പെൻഡൻസ് ആണ്. ഒരുപാട് ബന്ധങ്ങളും ഇപ്പോൾ ഒരുപാട് ഇതുകളും ഉള്ളതാണ്. വയസ്സാവുമ്പോൾ കുറേ കൂടെ ഹാപ്പി ആയിരിക്കാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇപ്പോൾ അതിന് വേറൊരു ഘടകം കൂടി ഉണ്ട്. ഇപ്പോൾ നമുക്ക് ചെയ്തു തീർക്കാൻ ചില ഇതുകളും പണികളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഇന്റർഡിപെൻഡൻസിന് വേണ്ട റിലേഷൻഷിപ്പ് കൂടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുമ്പോൾ അതൊരു സ്ട്രെയിൻ ആണ്. അതേസമയം ഒരുപാട് സമയമുള്ളപ്പോൾ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഒരു കാലഘട്ടത്തിൽ പ്രൊഡക്ടിവിറ്റിക്കാണ് പ്രയോറിറ്റി, പിന്നെ ഒരു കാലഘട്ടത്തിൽ ഇന്റർഡിപെൻഡൻസിനാണ് പ്രയോറിറ്റി. അത് ഓരോ എന്താ പറയുക, ഇതിലൊരു ശരിയും തെറ്റും ഇല്ല എന്ന് പറഞ്ഞതാ. ചില സമയത്ത് ഇന്നതാണ്, മറ്റൊരു സമയത്ത് മറ്റേതായി മാറും. ആ മൂഡിലായിരിക്കും. അതിപ്പോ നാട്ടിൽ പോകുമ്പോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോ ഇവിടെയും കൂടുമ്പോഴൊക്കെ നമ്മൾ ഇതിലല്ലേ. പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഒരു ഇത് ഞാൻ ശ്രദ്ധിക്കാറില്ല. വർഷത്തിൽ 4-5 തവണയേ ഉള്ളൂ. അത് വളരെ കുറവായിട്ടാണ് ഒരു സാധാരണ നിലയ്ക്ക് പറയാം. ഇപ്പോൾ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ അവയ്ക്ക് അത്യാവശ്യം സോഷ്യൽ സ്കിൽസ് ഉണ്ട്. നന്ദുവിന് സോഷ്യൽ സ്കിൽസ് വളരെ കുറവാണ്. അവൻ ജനിച്ചപ്പോഴേക്കും നമ്മൾ സിൽക്ക് നോയ്സിലോട്ട് മാറി. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഗിസൈസിൽ താമസിച്ചിരുന്നപ്പോൾ കുറേ കൂടെ ആളുകളും വിസിറ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവയുടെ ആ കൊച്ചു കാലഘട്ടത്തിൽ ഇതുണ്ട്. ഇവൻ്റെ കൊച്ചു കാലഘട്ടത്തിൽ വളരെ കുറവാണ്. അപ്പോൾ അത് ഒരിതിൽ നല്ലതും മറ്റൊരു നിലയ്ക്ക് മോശമാണ്. ഇത് വലിയൊരു കൺസേൺ ആണോ എന്നെ സംബന്ധിച്ച് അത് പറയാൻ പറ്റില്ല. കാരണം ചില ഗ്യാപ്പുകൾ എല്ലാ കാലത്തും എല്ലാ കാര്യത്തിനും വരും. അതനുസരിച്ച് നമ്മളത് ഹാൻഡിൽ ചെയ്യാം. വലിയ ഉദാഹരണം ഞാൻ ചെറുപ്പത്തിലെ ഡിഗ്രി വരെ ഒരു മനുഷ്യനോട് അധികം ഉണ്ടാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. സ്കൂളിൽ പോവുക, പഠിക്കുക, തിരിച്ചു വരിക, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയതിനു ശേഷം ഞാൻ വായാടിയായിട്ട് മാറിയത്. അപ്പോൾ അതൊരു മനുഷ്യന് അങ്ങനത്തെ ഉള്ളിൻ്റെ ഉള്ളിലൊരു എന്താ പറയാ, അങ്ങനത്തെ ഒരു പുറത്തേക്ക് വരും. ഇപ്പൊ ഇവരൊക്കെ ആണെങ്കിൽ കോളേജിൽ പോകുന്ന സമയത്ത് ഒരു നല്ലൊരു കൂട്ടുകെട്ടും നല്ലൊരു ഇതാണെങ്കിൽ ഹോസ്റ്റൽ ജീവിതം മാറ്റി മറിക്കാം. അപ്പൊ അതുകൊണ്ട്
പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല പേടിയായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ചിലര് ഇപ്പോൾ എക്സ്ട്രോവേർഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാനുള്ള കഴിവ് അതൊന്നും ഇല്ലെങ്കിൽ പറ്റില്ല, അത് ഗ്രൂം ചെയ്തെടുക്കണം എന്ന് പറയും. പക്ഷെ ചിലര് നാച്ചുറലി ഇൻട്രോവേർട്സ് ആണ്. നാച്ചുറലി ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് വേറെ കഴിവുകളുണ്ട്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഇന്നത്തെ കാലത്തല്ല, ഒരു കാലഘട്ടത്തിലും പ്രോബ്ലം ആയിരുന്നില്ല. പക്ഷെ നമ്മുടെ മീഡിയയും ഇതുകളും എല്ലാം എക്സ്ട്രോവേർട്സിന് കൂടുതൽ പ്രാധാന്യം. ആളുകളുടെ ഒരു ധാരണയുണ്ട് എല്ലാ ലീഡേഴ്സും വളരെ എക്സ്ട്രോവേർട്ട് ആണ്. ഇറ്റ്സ് എ മിസ്കൺസെപ്റ്റ്. ക്വയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അത് മനോഹരമായ പുസ്തകം, സൂസൻ കെയിൻ്റെ ക്വയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വയറ്റ് ആയിട്ടുള്ള ഇൻട്രോവേർട്സിനായിട്ടുള്ള പുസ്തകം. അതിൽ പല ആളുകളും ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആളുകൾ, ഇൻട്രോവേർട്സ് എന്തായാലും വായിക്കണം, എക്സ്ട്രോവേർട്സും വായിച്ചാൽ നല്ലൊരു പുസ്തകം. അപ്പോൾ അത് അവരുടെ താൻപോരിമയും കഴിവും. ഇപ്പം ഞാൻ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള മനുഷ്യനാണ്. ബട്ട് എനിക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എനിക്ക് പറ്റില്ല, എൻ്റെ കൈകാലം മറയ്ക്കും. എന്നെ കൈയും കാലൊക്കെ മറയ്ക്കും. കൈയും കാലം മറയ്ക്കുന്നതിൻ്റെ അല്ലേ നമുക്ക് എന്ത് വിഷയമാണ് നമുക്ക്. എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ക്യാമറയുടെ മുന്നിൽ എന്ത് വേണമെങ്കിൽ സംസാരിക്കാൻ പറ്റും. അതേസമയം ഇപ്പോൾ ഞാൻ 2 പ്രാവശ്യം അവിടെ സ്റ്റേജിൽ കയറി സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ പ്രാവശ്യം സെൻറ്റ് ജോസഫ്സിൽ പോയപ്പോഴും സ്കൂളിൽ പോയപ്പോഴും RMHS പോയപ്പോഴും ലൈഫിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി 2 വാക്ക് സംസാരിക്കുന്ന അപ്പോഴും ആദ്യത്തെ സെൻറ്റ് ജോസഫ്സ് കോളേജ് ഓക്കെ ഫൈൻ, ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. അവിടെ പോയി ആദ്യത്തെ 5 മിനിറ്റ് ഒരു അങ്കലാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയി. പക്ഷെ സ്കൂളിൽ പോയപ്പോഴും എനിക്കറിയില്ലായിരുന്നു പ്രസംഗിക്കണം എന്നുള്ള കാര്യം. അവിടെ ചെന്നപ്പോഴാണ് സാറ് പറയണത്, പ്രിൻസിപ്പൾ പറയണത്, വീണ്ടും 2 വാക്ക് പറയണത്. അപ്പോൾ കൈകാലൊക്കെ സത്യം പറഞ്ഞ് വരയ്ക്കാൻ തുടങ്ങി. മാത്രമല്ല ഈ കുട്ടികൾ, നമ്മൾ ഫ്രണ്ടിലിരിക്കുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന കാര്യം ആരെ നോക്കി സംസാരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് ഒരു കുട്ടിയുടെ മുഖത്തേക്ക് സംസാരിച്ചപ്പോൾ ആ കുട്ടിക്കാകെ പരിഭ്രമമായി പോയി. കാരണം ഈ ചേച്ചി എന്താ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പുറത്തെ കുട്ടീനെ നോക്കി. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ, ദൈവം ആരുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ അത് 10-20 പിള്ളേരെ ആകെപ്പാടെ ഉണ്ടായിരുന്നുള്ളൂ ആ ക്രൗഡിന്. അപ്പോൾ ഇത്രയും വിശാലമായ ഒരു ക്രൗഡൊക്കെ വരുമ്പോഴും നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം വരുന്നത്. അതെന്താണ് അതിന് ഉത്തരം? എനിക്കറിയില്ല. ഞാൻ ഒരുപാട് ക്രൗഡിൻ്റെ കൂടെ അല്ല, നാച്ചുറലി ആരോടെങ്കിലും നമ്മളൊരു ഗ്രൂപ്പിനോട് സംസാരിക്കുമ്പോൾ എൻ്റെ കാണുമ്പോൾ അതില് വളരെ ഔത്സുക്യമായിട്ട് ഓരോ വാക്കും പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഇമ്പാക്ട് അവരുടെ മുഖത്ത് കാണുമ്പോഴും ആ കാണാൻ പറ്റുന്നവരെ അങ്ങനെയാണ് ഞാൻ ചൂസ് ചെയ്തത് ആക്ച്വലി. പക്ഷെ ഞാൻ ചൂസ് ചെയ്തപ്പോൾ അവർക്ക് അതൊരു ടെൻഷനായി മാറി. മനസ്സിലായോ? അതിപ്പോ പണ്ട് ക്ലാസ് എടുക്കുന്നത് പറയുന്നത് നമ്മൾ പിടിച്ചെടുക്കുന്നുണ്ടോ എന്ന്. ഇപ്പൊ KG ശങ്കരപ്പിള്ളയുടെ KGSന്റെ ക്ലാസ്സിലിരിക്കുമ്പോ ഇങ്ങനെ അദ്ദേഹം നോട്ട് ചെയ്യാന്ന് പറയില്ല, നമ്മള് വെറുതെ ശ്രദ്ധിച്ചു. ഇപ്പൊ മഹാരാഷ്ട്രയിലൊക്കെ KGSന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടെ ഒരു മലയാളം ക്ലാസ് ആണ്. അപ്പൊ അവിടെ കയറി എന്നിട്ട് എന്നോ എവിടെയോ വെച്ച് കണ്ടപ്പോ സാറിന് ഓർമ്മയുണ്ടായിരുന്നു. അപ്പൊ അന്ന് പഠിക്കണ കാലത്ത് സംസാരിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ അത് അങ്ങനെയുള്ളത് നമ്മൾ പിടിച്ചെടുക്കാനുള്ള ഇതുകള്. അപ്പൊ അതാണ് കമ്മ്യൂണിക്കേഷനാണ്. ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതേസമയം ഈ പഠിപ്പിക്കുമ്പോ അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോ പലർക്കും ഇത് പിടികിട്ടുന്നില്ല എന്ന് പറയുമ്പോ അതും നമുക്കൊരു ഫീഡ്ബാക്ക് ആണ്. അപ്പൊ എന്തെങ്കിലും മാറ്റം വരുത്തണം, അല്ലെങ്കിൽ പെട്ടെന്ന് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇത് മനസ്സിലായില്ല അല്ലേ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഓൾ ഓവർ അഗെയിൻ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളെപ്പോഴും അറ്റൻറ്റീവ് ആയിരിക്കും ആ സ്ഥലത്ത്. നമ്മൾ എവിടുന്നോ കൊണ്ടുവന്ന എന്തോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയില്ല, നമ്മൾ അവിടെ നിന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ ആണ്. അതെ അതെ, അതൊരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ടാലന്റ് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ചില ആൾക്കാരൊക്കെ എന്ത് രസമായിട്ടാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് ചിലർക്ക് വരാം, മൂവി കാണാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട്. ചിലർ പ്രസംഗിക്കുകയാണ്, ചിലർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, അതിന്റെ വ്യത്യാസം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ആക്കാൻ ശ്രമിക്കും. അതെ അതെ, അല്ല എനിക്ക് ഇതിൽ കൂടെ ഒക്കെ എന്തോ സംസാരിക്കാൻ പറ്റും. എനിക്ക് ഇത്രയും പേര് ഒരുമിച്ച് കാണുമ്പോഴത്തെ കാര്യമാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീൽ ചെയ്യണമല്ലോ എന്നുള്ള ഇപ്പോഴേ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണത്. അല്ല എനിക്കൊരു സ്റ്റേജിൽ കയറി സംസാരിക്കേണ്ട ഒരു ആവശ്യം വരില്ലല്ലോ. സ്റ്റേജിൽ കയറി പല ഇൻവിറ്റേഷൻസും ഞാൻ നിരസിക്കുന്നത് അതുകൊണ്ടല്ലേ. അതാണല്ലേ ആര് വിളിച്ചാലും പോവാത്ത, പേടിച്ചിട്ടാണല്ലേ. എടി നീ പോയി ബബ്ബ അടിച്ച അതും ഒരു വലിയ വാർത്തയാവുന്ന. പോയി ബബ്ബ അടിച്ചു. നമ്മള് പിന്നെ അറിയാത്ത പൊട്ടത്തരങ്ങൾ പോയി വിളിച്ച് പറഞ്ഞിട്ട് എന്തിനാണ് ചില ആൾക്കാരൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞ് നമ്മൾ അയ്യോ എന്തിനാണ് സംസാരിക്കാൻ പോയി വായ തുറക്കാൻ പോയെന്ന് പറയാം. വാർത്തക്ക് വേണ്ടിട്ട് നമ്മൾ പോയി നമ്മളെ നാണം കെടുത്തേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ആ സ്റ്റേജ് ഫിയർ ഒക്കെ എന്തെങ്കിലും മാറുമ്പോ ഞാനൊരു നല്ല പ്രാസംഗികയായിട്ട് മാറും. അതുവരെ നമുക്ക് കാത്തിരിക്കാം.
അപ്പോൾ അതൊക്കെയാണ് ഈ ആഴ്ചത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഭാര്യയും ഭർത്താവും ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എന്തെങ്കിലും സംസാരിക്കാന്ന് വെച്ച് തുടങ്ങി. ഞങ്ങൾ ആക്ച്വലി സംസാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്നാൽ നമുക്കൊരു വീഡിയോ ആയിട്ടിടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നുണ്ട്. ഇത് എത്ര എഡിറ്റ് ചെയ്യും എത്ര കട്ട് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് കേൾക്കാം, എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.